ഹായ് ഗായ്സ്, ഐ എം സുബിഷ. ഞാനിപ്പോൾ ഉള്ളത് ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇത് ബുഹാര എന്ന് പറഞ്ഞ സിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് ഇവരുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. ആ സൈഡിൽ കാണുന്നത് ക്ലിനിക്സ് ആണ്. ഏകദേശം 1990 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് ഇത്. ഒരുപാട് ഇന്ത്യൻസും മലയാളി കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ്. ഇപ്പൊ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വിന്റർ ആണ് ഇപ്പം. പക്ഷെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഈ ഒരു ക്യാമ്പസും ഈ ഒരു സറൗണ്ടിങ്ങും ഒക്കെ കാണാനായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് ബുഹാറയുടെ സ്റ്റിമുലേഷൻ സെന്ററിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ള അലിഷർ എന്ന് പറഞ്ഞിട്ടുള്ള സാറിനെ മീറ്റ് ചെയ്യാം. ആൻഡ് അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരും. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലാണ്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആണ്. യൂണിവേഴ്സിറ്റി ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഇൻസൈഡിലുള്ള ഹോസ്റ്റലാണെങ്കിലും നമുക്ക് ഫേസ് സ്കാനർ വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ആൾക്കാർക്കൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്പെഷ്യലി പെർമിഷൻസും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹോസ്റ്റലാണെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിപ്പം ഹോസ്റ്റൽ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. യൂണിവേഴ്സിറ്റിയുടെ നിയർ ബൈ ആയിട്ട് തന്നെയാണ് ഇവർക്ക് കേരള മെസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസിനൊന്നും വേറെ ഫുഡിൻ്റെ പ്രശ്നമോ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് അറൗണ്ട് ഒരു 3 to 4 days ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കേരള ഫുഡ് കഴിക്കുന്നത്. അത് ബുഹാറ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ നിയർ ബൈ ആയിട്ടുള്ള മലയാളീസ് നടത്തുന്ന ഒരു ക്യാൻറ്റീനിലാണ്. നല്ല ഫുഡാണ്. ചോറും ചെറുപയർ കറിയും അതുപോലെ തന്നെ അച്ചാറും തൈരും പപ്പടമൊക്കെ ആയിട്ട്. അപ്പം ഇവിടുത്തെ സ്റ്റുഡൻസിന് എന്തായാലും ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഫുഡിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലും ഇത്തരം ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് ബുഹാര. അതായത് ബുഹാറയുടെ സ്റ്റിമുലേഷൻ സെന്റർ ആണ് ഈ കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ക്ലിനിക്സ്, അതായത് ഹോസ്പിറ്റൽസ് വരുന്നത്. ആൻഡ് ഈ സൈഡിൽ നമുക്ക് കുട്ടികൾക്ക് ജിമ്മ്, സ്പോർട്സ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ആൻഡ് അവിടെ ഒരു 3 ബിൽഡിങ്സ് കാണുന്നുണ്ട്. അത് 3ഉം ഒരു 1200 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റൽസ് ആണ് വിത്ത് ഓൾ ഫെസിലിറ്റീസ്. ആൻഡ് അവിടെ ഒരു ലാബ് ഉണ്ട്, ഒരു എക്സ്പെരിമെന്റ് ലാബ് ഉണ്ട്. ആൻഡ് 2 more ബിൽഡിങ്സും കൂടി ഇവിടെ വരാൻ പോകുന്നുണ്ട്, ഒരു 6th ഫ്ലോറിൻ്റെ. അപ്പോൾ അത്രയും നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും സ്പ്രിംഗ് ഒക്കെ വരുന്ന സമയത്ത്. ആൻഡ് ഒരുപാട് മലയാളി കുട്ടികളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്.